ഹായ് മക്കളെ, ഏകയാണ്. നിങ്ങൾക്ക് ഈ വരുന്ന എക്സാമിന് കുറച്ചധികം ആൾക്കാർക്കൊക്കെ കൺഫ്യൂഷൻ ഉള്ള ഒരു ചെറിയ ഭാഗമാണ് പാസ്കൽസ് ലോ. നമ്മൾ ഒരുപാട് വീഡിയോസ് പാസ്കൽസ് ലോ പറ്റി സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എനിക്ക് ഒരുപാട് ഡൗട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സാറേ, പാസ്കൽസ് ലോ പ്രോബ്ലം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഈ ബുദ്ധിമുട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രോബ്ലത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ പോയിന്റ് ഒക്കെ ഉള്ള ഫാക്ടേഴ്സ് വരും. ഇപ്പൊ 0.01 അല്ലെങ്കിൽ 1.2 അങ്ങനെ കുറെ സംഭവങ്ങൾ വരും. ഈ സംഭവങ്ങൾ വെച്ച് ഹരിക്കാനും ഗുണിക്കാനും ഒക്കെ വരുന്ന സമയത്ത് ഇതെങ്ങനെ മാറും, എങ്ങനെ മാറ്റണം എന്ന് പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ കൺഫ്യൂഷനുള്ള ആൾക്കാരും അതേപോലെ തന്നെ പാസ്കൽസ് ലോന്റെ പ്രോബ്ലം ചെയ്യാൻ അറിയാത്ത ആൾക്കാരും ഈ വീഡിയോ മസ്റ്റ് ആയിട്ട് കാണാം. ഈ ഒരു വീഡിയോയുടെ കൂടി നിങ്ങളെ പാസ്കൽസ് ലോന്റെ പ്രശ്നം സെറ്റ് ആക്കും, ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് ഇതേപോലുള്ളൊരു യൂട്യൂബ് അല്ലെങ്കിൽ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാണ് പ്രോബ്ലം വരിക. നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം അങ്ങോട്ട് ചെയ്തു നോക്കാം. ഈ പ്രോബ്ലം ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരാം. നോക്കിയോ, എ യൂട്യൂബ് ഹാസ് എ സ്മോൾ എൻഡ് ഏരിയ ഓഫ് 0.01 മീറ്റർ സ്ക്വയർ ആൻഡ് എ ലാർജ് എൻഡ് ഏരിയ ഓഫ് 1.2 മീറ്റർ സ്ക്വയർ ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആദ്യത്തെ ചെറിയ അഗ്രത്തിൻ്റെതും വലിയ അഗ്രത്തിന്റെയും വിസ്തീർണം തന്നിട്ടുണ്ട്. ഇതിലെന്താ പറഞ്ഞത്, വലിയ അഗ്രത്തിൽ 2000 ന്യൂട്ടൺ ബലം ലഭിക്കണം. ഇവിടെ എത്ര കിട്ടണം? 2000 അല്ലത്, ഇത് 20,000 ആണ് അല്ലേ. 20,000 ന്യൂട്ടൺ ബലം ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എത്ര ബലം കൊടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. വായിച്ചു നോക്കിയേ, കൃത്യമായിട്ട് വായിക്കി. ഹൗ മച്ച് ഫോഴ്സ് മസ്റ്റ് ബി അപ്ലൈഡ് അറ്റ് ദ ഫസ്റ്റ് ടിപ്പ് ടു പ്രൊഡ്യൂസ് എ ഫോഴ്സ് ഓഫ് 20,000 ന്യൂട്ടൺ അറ്റ് ദ ലാർജർ ടിപ്പ്. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും പോയിന്റ് ഉള്ള ആൾക്കാരുണ്ട്. ഈ പോയിന്റ് ഉള്ള ആൾക്കാർ വരുന്ന സമയത്ത് എന്നുള്ള ഫീല് പല ആൾക്കാർക്കും വരുന്നുണ്ട്. ടെൻഷൻ അടിക്കരുത്. അതെങ്ങനെയാ ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നോളൂ, നോക്കിയിരുന്നോളൂ. ഡൗട്ട്സ് ഒക്കെ വരണ സ്പോട്ടിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി. ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. നോക്കിക്കോ, ഇവിടെ നമുക്ക് ഈ ചെറിയ അഗ്രത്തിന്റെ ഏരിയ, ദ സ്മോൾ ഏരിയ A1 എന്നും ബിഗർ ഏരിയ A2 നമ്മൾ എടുക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആണ് F1 എന്നും ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഫോഴ്സ് ആണ് F2 എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. പാസ്കൽസ് ലോന്റെ മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എത്ര പ്രഷറാണോ കൊടുക്കുന്നത് അത്ര തന്നെ പ്രഷർ ആയിരിക്കും ഇവിടെയും കിട്ടുന്നുള്ളതാണ്. ഇവിടെ ചെറിയ ഏരിയയിൽ ചെറിയ ഫോഴ്സ്, ഇവിടെ വലിയ ഏരിയയിൽ വലിയ ഫോഴ്സ് എത്തും. അപ്പൊ രണ്ടും ബാലൻസ് ആവും. ഓക്കെ, അവിടേക്കൊന്നും നിങ്ങളിപ്പോ ചിന്തിക്കേണ്ട. ഇവിടെ നമ്മൾ കൊടുക്കുന്ന പ്രഷർ P1, ഇവിടെ ലഭിക്കുന്ന പ്രഷർ P2, ഇത് രണ്ടും എന്താണ്, ഈക്വൽ ആണ് എന്നതാണ് ഇതിന്റെ കൺസെപ്റ്റ്. സോ ഇത് കൺസെപ്റ്റ് പറഞ്ഞത് ഇക്വേഷൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. നമുക്ക് ഇങ്ങനെയാ പഠിക്കുന്നത്, P1 ഈസ് ഈക്വൽ ടു P2 ആണ്. അതായത് ഇവിടെയുള്ള മർദ്ദവും പ്രഷറും ഇവിടെയുള്ള മർദ്ദവും അതായത് പ്രഷറും തുല്യമായിരിക്കും. സോ P1 ഈസ് ഈക്വൽ ടു P2. P1 എന്ന് പറഞ്ഞാൽ F1/A1 ആണ്. ശരിയല്ലേ? ഫോഴ്സിനെ ഏരിയ കൊണ്ട് നമ്മൾ ഹരിക്കുമ്പോൾ വിസ്തീർണവും ബലവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പ്രഷർ പറയാ. ബലം ബൈ വിസ്തീർണമാണ് പ്രഷർ. സോ F1/A1 ഈസ് ഈക്വൽ ടു F2/A2 ആണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോബ്ലം ചെയ്യുന്നത് കാണിച്ചു തരാം. സോ കൃത്യമായിട്ട് നോക്കിക്കോളൂ. ഇതാ ഞാനിതാ ഇക്വേഷൻ ഒന്നുകൂടെ എടുത്ത് എഴുതുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. F1/A1 ഈസ് ഈക്വൽ ടു F2/A2 ആണ് ഇക്വേഷൻ. ഓരോന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. A1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.01 മീറ്റർ സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് ചിലപ്പോൾ പ്രോബ്ലത്തിൽ സെന്റിമീറ്റർ സ്ക്വയർ തരാനുണ്ട്. നിങ്ങൾ അപ്പം ആലോചിക്കും സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കണമല്ലോ എന്നൊക്കെ. നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമല്ല. സെന്റിമീറ്റർ സ്ക്വയറിലാണെങ്കിൽ അങ്ങനെ തന്നെ കൺവേർഷൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അങ്ങനെ തന്നെ ചെയ്തു പോയാൽ മതി. കൺവേർട്ട് ചെയ്യാൻ അറിയുന്ന പോലെ ജസ്റ്റ് കൺവേർട്ട് ചെയ്താൽ ഒരു കുഴപ്പമില്ല. അറിയൂല എങ്കിൽ അങ്ങനെ തന്നെ ചെയ്താലും മതി. ആൻസർ സെയിം ആയിരിക്കും, ഡോണ്ട് വറി. ഓക്കെ, ഇനി ഇവിടെ A2 നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ്? 1.2 ആണ്. 1.2 മീറ്റർ സ്ക്വയർ ആണ്. സെറ്റാണ്. ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് നമുക്ക് അറിയില്ല, കാരണം എത്ര ഫോഴ്സ് ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ F1 നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. F2 നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 20,000 ന്യൂട്ടൺ, 20,000 ന്യൂട്ടൺ ആണ്. രണ്ടും 4 പൂജ്യം ഉണ്ട്. ക്ലിയർ ആണല്ലോ?
ഇനി നമുക്ക് നേരെ വാല്യൂ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. അതിനു മുൻപേ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്രയേ ഉള്ളൂ. ഇവിടെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വെക്കണം. ക്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് എടുത്ത് വെച്ചാൽ മതി. അതായത് F1 A2 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന ഉത്തരം F2 A1 ഗുണിച്ച ഉത്തരത്തിന് തുല്യമായിരിക്കും എന്നതാണ് ഈ ഒരു കൺസെപ്റ്റ്. നിങ്ങൾ മാത്സിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? F1 into A2 is equal to F2 into A1 എഴുതാൻ സാധിക്കും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ എഴുതുന്നു F1 into A2 സമം F2 into A1. ഇവിടെ ഇൻഡ്യൂട്ടിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഇൻഡ്യൂട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് കാണിച്ചു തരാം. ശ്രദ്ധിച്ചോ. ഇതാ F1 A2 is equal to F2 A1 ആണ്. ഇനി ആരെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കാണേണ്ട ആള് F1 ആണ്. കാണേണ്ട ആള് F1 ആണല്ലോ അല്ലെ? F1 ഈസ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. F1 കാണാൻ വേണ്ടി കൂടെയുള്ളത് ആരാണോ അവനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും മാറും, ഡിവിഷൻ ആവും. അപ്പൊ നമുക്ക് ലഭിക്കും, എന്ത് കിട്ടും? F1 ഈസ് ഈക്വൽ ടു, ഇവിടെ F2 A1 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ A2 ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. ശരിയല്ലേ? ഇനി നേരെ വാല്യൂ കൊടുക്കാനുള്ളൂ. F1 ഈസ് ഈക്വൽ ടു F2 എത്രയാണ്? F2 20,000 ആണ്. സോ നമുക്ക് ലഭിക്കും 2 4 0 ഇൻറ്റു A1. A1 എത്രയാ? 0.01 ആണ്. ഡിവൈഡഡ് ബൈ A2. A2 എത്രയാണ്? 1.2 ആണ്. ഇനിയാണ് കൺഫ്യൂഷൻ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഈ പോയിന്റിനെ മാറ്റണമല്ലോ സാറേ, പോയിന്റിനെ മാറ്റാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷനാണ് പല കുട്ടികൾക്കും ഉണ്ടാവുന്നത്. ആ കൺഫ്യൂഷൻ ആവശ്യം വരുന്നില്ല. ശ്രദ്ധിച്ചിരിക്കുക. 20,000 അവിടെ തന്നെ കിടക്കട്ടെ. ഈ 0.01 1.2 നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവനെയും ഒന്ന് പരിശോധിക്കുക. പോയിന്റിന് ശേഷം 2 0, പോയിന്റിന് ശേഷം 1 0. അപ്പൊ നമുക്ക് ഈ പോയിന്റുകൾ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പം കൂടുതൽ ഡിജിറ്റ്സ്, പോയിന്റിന് ശേഷം കൂടുതൽ ഡിജിറ്റ് ഉള്ള ആരൊക്കെയാണ് നോക്കുക. അത് ഇവനാണ് അല്ലെ. 2 ഡിജിറ്റ് മാറാനുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവൻ മാറും. ഇവന് നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ നമ്മൾ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യം വരുന്നതിനെ കൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒറ്റ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതായത് 100 കൊണ്ടാണെങ്കിൽ 100 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം, 10 കൊണ്ട് തന്നെ. ഇവിടെ നമ്മൾ കൂടുതൽ സ്ഥാനം മാറേണ്ട ആൾക്ക് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് മാറുക. അതുകൊണ്ട് നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതെങ്ങനെ ചെയ്യുന്നത്? 0.01 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? അത് 1 ആണ്. 2 സ്ഥാനം വലത്തോട്ടേക്ക് മാറും അല്ലേ? ശരിയല്ലേ? 2 0 ഉള്ള ആൾക്കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഈ 2 സ്ഥാനം ഇങ്ങോട്ടേക്ക് മാറി നമുക്ക് 1 ഉത്തരം കിട്ടും. അതാണ് കാര്യം. ക്ലിയർ ആണേ? സോ മുകളിൽ നമ്മൾ 100 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട് എങ്കിൽ താഴെയും എത്ര കൊണ്ട് തന്നെ ഗുണിക്കണം? 100 കൊണ്ട് തന്നെ ഗുണിക്കണം. ക്ലിയർ ആണോ? ഇനി നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ പോയിന്റ് ഇല്ല. നമുക്ക് ഇവിടെയുള്ള സംഖ്യ 12 ആണ്. അങ്ങനെയാണെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം? 0.01 മുകളിൽ നമ്മൾ ഗുണിച്ചിട്ടുണ്ട് എങ്കിൽ അതേ 100 കൊണ്ട് നമ്മൾ താഴെ 100 തന്നെ ഗുണിക്കണം. മനസ്സിലായോ? പോയിന്റ് മാറ്റാൻ മാത്രമല്ല, ഇവിടെ പോയിന്റ് ഇല്ലാത്ത സംഖ്യ ആണെങ്കിലും നമ്മൾ ഒരാളുടെ പോയിന്റ് മാറ്റാൻ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെയും അതേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഇതിനർത്ഥം എന്താ? 100/100 ആണിത്. 100/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 100/100 എന്ന് പറഞ്ഞാൽ ഉത്തരം 1 അല്ലേ? സോ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. ക്ലിയർ ആണേ? സെറ്റ് ആണേ? മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇവിടെ 1.2 ഉണ്ട് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ ഞാൻ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക. 20,000 അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇൻറ്റു 0.01 100 ഗുണിച്ചാൽ നമുക്ക് 1 എന്ന് കിട്ടും. 1.2 നമ്മൾ 100 ഗുണിക്കും. 1.2 × 100 ചെയ്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം 1.2 10 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 12 എന്ന് കിട്ടും. 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 120 ആണ് കിട്ടുക. ഓക്കെ. 1.2 × 10 എത്രയാണ്? അത് 12 ആണ്. 1.2 × 100 എത്രയാണ്? അത് 120 ആണ്. സോ താഴെ നമുക്ക് 120 എന്ന് കിട്ടും. സോ എന്താണ് ഇവിടെ ലഭിക്കുന്നത്? 20,000 അല്ലേ ബൈ 120. നമുക്ക് ഇവിടെ ഒരു 0 കട്ട് ചെയ്യാം.
അപ്പൊ നമുക്ക് 20,000 ഡിവൈഡ് ബൈ 12 എന്ന് കിട്ടും. നിങ്ങൾ ഹരിക്കാൻ അറിയാവുന്ന ആൾക്കാരാണ്, ജസ്റ്റ് ഹരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് 166.66 അങ്ങനെ പോകും. ഇതാണ് ഉത്തരം കിട്ടുക. ഇത്രയും ഫോഴ്സ് ആണ് നമ്മൾ ആദ്യ പിസ്റ്റണിൽ ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ 166.66 ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 20,000 ന്യൂട്ടൺ ഫോഴ്സ് ലഭിക്കും. ഇത്ര ഉള്ളടാ. ഇതോ ഉള്ളൂ പാസ്കൽസ് ലോന്റെ പ്രോബ്ലത്തിന്റെ പ്രശ്നം. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. നോക്കൂ, പാസ്കൽസ് ലോയുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ നമ്മൾ നാളത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ലൈവില് നാളത്തെ ലൈവിൽ നാളെ രാവിലെ നമുക്ക് ലൈവ് ഉണ്ട്. സോ ഇന്ന് രാത്രി കൃത്യം വരുന്നുണ്ട്, ഞാനും ഉണ്ടാവും, JK സാറും ഉണ്ടായിരിക്കും. സോ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. ടൈമിംഗ് ഒക്കെ അറിയാലോ. ടൈമിംഗ് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഞാനിവിടെ എഴുതി വെച്ച ടൈമിംഗ് ആണ്. നമുക്ക് നാളെ ഇന്ന് 5 മണിക്ക് നമ്മുടെ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, കെമിസ്ട്രി ഉണ്ടാവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 5 മണിക്ക് നമ്മൾ തുടങ്ങുന്നതാണ്. പിന്നെ നാളെ രാവിലെ എക്സാം ഡേ 22-ന് രാവിലെ 6 മണിക്ക് ലൈവ് ഉണ്ട്. ശേഷം ഉച്ചയ്ക്ക് 1:30 അതിന്റെ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ വരുമ്പം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. സോ നാളെ കൃത്യം 5 മണിക്ക് ആരും ഇല്ലാതിരിക്കത്തെ, എല്ലാവരും വരണം. അടിപൊളിയായിട്ട് പഠിക്കണം. സെറ്റാക്കി തരുന്നുണ്ട്. മുഴുവൻ കാര്യവും നമ്മൾ അടിപൊളിയായിട്ട് പഠിപ്പിക്കും. ക്ലിയർ ആണ്? നാളെ കാണാം. ഇന്ന് കാണാം. ടാറ്റ.